കപ്പൂർ കൂനമൂച്ചി പാറയ്ക്കൽ പള്ളിക്ക് സമീപം അനധികൃതമായി സൂക്ഷിച്ച അലോപ്പതി മരുന്നുകൾ പിടികൂടി. പാലക്കാട് ജില്ലാ ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ഇമെയിൽ വഴി ലഭിച്ച പരാതിയെ തുടർന്നാണ് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. അനധികൃതമായി സൂക്ഷിച്ച സൈക്കോട്രോപിക്, ആന്റിബയോട്ടിക്, ഷെഡ്യൂൾ H1 വിഭാഗത്തിൽപ്പെടുന്ന മാരക അസുഖങ്ങൾക്കുള്ള മരുന്ന് ഉൾപ്പെടെയാണ് കണ്ടെത്തിയത്. കൂനമൂച്ചി പാറയ്ക്കൽ പള്ളിക്കൽ സമീപത്തെ സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ റൂമിലെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മരുന്നുകൾ. അലോപ്പതി മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ലൈസൻസോ മരുന്നുകൾ വാങ്ങിയതിന്റെ ബില്ലുകളോ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്ഥാപനത്തിലെ പ്രതിനിധികൾക്ക് ഹാജരാക്കാനായില്ലെന്നാണ് വിവരം. സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ആയുർവേദ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന മുറിയിലാണ് മരുന്നുകൾ സൂക്ഷിച്ചിരുന്നത്. പാറയ്ക്കൽ പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പരാതിയിലായിരുന്നു ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാരായ D. ദിവ്യ, AK ലിജീഷ്, AK ഷഫ്നാസ് എന്നിവർ അടങ്ങുന്ന സംഘം പരിശോധന നടത്തിയത്. ശനിയാഴ്ച 5 മണി മുതൽ തുടങ്ങിയ പരിശോധന 10 മണി വരെ നീണ്ടുനിന്നു. ഇതെല്ലാം മാനസിക അസുഖങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ്. ഇതൊന്ന് ക്യൂട്ടിയപ്പിൻ എന്ന് പറഞ്ഞ മരുന്നാണ്. ക്യൂട്ടിയപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോട്രോപിക് മരുന്നുകളാണ്. അത് മാനസിക അസുഖങ്ങൾക്ക്, പലതരം മാനസിക അസുഖങ്ങൾക്ക് ഒരു അംഗീകൃത ഡോക്ടറുടെ വളരെ വ്യക്തമായ കുറിപ്പോടും കൂടി മാത്രം സീരിയസ് ആയ അസുഖങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം. പിന്നെ H1 കാറ്റഗറിയിൽ പെടുന്ന മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ അതുണ്ട്. ലിവോഫ്ലക്സാസിൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ്. വളരെ കുറച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ഉള്ള അസുഖങ്ങൾക്ക്, അതായത് കുറച്ച് കൂടുതൽ ശക്തി ഉള്ള ആൻറ്റിബയോട്ടിക് വിഭാഗങ്ങളിൽ പെടുന്ന മരുന്നുകളാണ്. ആ മരുന്നുകളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മോഡേൺ മെഡിസിനുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനും അവ സൂക്ഷിക്കാനും അധികാരമുള്ളത്. അങ്ങനെയുള്ള യാതൊരുവിധ ലൈസൻസുകളും ഒന്നും കണ്ടെത്തിയിട്ടില്ല. പിന്നെ അങ്ങനെ വിൽപ്പന നടത്തണമെങ്കിൽ അതിന് ഡ്രഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു ലൈസൻസും കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇവിടെ അനധികൃതമായി മരുന്ന് വിൽപ്പനയും യാതൊരുവിധ അംഗീകാരവുമില്ലാതെ ചികിത്സയും നടക്കുന്നതായും പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ഇവിടെ വ്യാജ ചികിത്സ, അതായത് നമുക്ക് വ്യാജ ചികിത്സ, മന്ത്രവാദം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവിടെ മറ്റേ വ്യാജ മരുന്നുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഡ്രഗ്സ് അങ്ങനത്തെ സംഗതികളൊക്കെയാണ് ഇവിടുത്തെ മരുന്നിൽ ഉൾപ്പെടുത്തുന്നത് പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞങ്ങളിത് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. പള്ളിക്കൊരു ഇത് നിലവിൽ ട്രസ്റ്റ് ചെയ്തിട്ട് പള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് ട്രസ്റ്റ് നടക്കുന്നത്. പള്ളിയും ഈ ട്രസ്റ്റും കൂടി യാതൊരു ബന്ധവുമില്ല. പള്ളി വേറെയാണ് ഇത്. പള്ളി കമ്മിറ്റി ഇവിടെ ചികിത്സ ഏകദേശം ഒരു 10-15 വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു ഇവിടെ മൊത്തത്തിലുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് ഏകദേശം 22 വർഷത്തോളമായി, 10-15 വർഷത്തോളമായി ആൾ ചികിത്സ തുടങ്ങിയിട്ട്. പിടിച്ചെടുത്ത മരുന്നുകൾ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. NCV ന്യൂസ്, തൃത്താല.